ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിഷമല്ല കാര്യമാണ്. അപ്പോൾ വേറെ ഒന്നല്ല, ഇപ്പോൾ 2 ദിവസം മുമ്പായിട്ട് റിയാദിൽ കമ്പേസർ പൊട്ടിത്തെറിച്ചുണ്ടായ മരണം കേട്ടോ. അത്രയും ചർച്ചാ വിഷയമായ മരണം അതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 7 വർഷമായിട്ട് റിയാദിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സിയാദ് എന്ന് പറഞ്ഞ ഒരു 32കാരനായിരുന്നു കേട്ടോ. അദ്ദേഹം പിന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. AC കമ്പേസർ പൊട്ടിത്തെറിച്ചാണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉപ്പക്കും ഉമ്മക്കും കൂടപ്പിറപ്പുകൾക്കും എല്ലാവർക്കും ക്ഷമ കൊടുത്ത് പിന്നെ ക്ഷമയും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 7 വർഷമായിട്ട് അദ്ദേഹം ഹൗസ് ഡ്രൈവറായിട്ട് ജോലിക്ക് പോയിരുന്നു. പിന്നെ കഫീലിൻ്റെ കീഴിലായിട്ടോ. ആ കഫീലുണ്ടല്ലോ, അദ്ദേഹം കബറിൽ വെക്കണ വരെ അദ്ദേഹത്തിന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. സ്വന്തം മകൻ പോയ അതേ രീതിയിലാണ് കേട്ടോ. അപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പുകളാണെങ്കിലും മക്കളാണെങ്കിലും സ്വന്തം ഉമ്മനും ഉപ്പനും തല്ലണു കൊല്ലണു വെട്ടണു അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ കാലഘട്ടത്തിലാണല്ലോ അല്ലേ. ഇത് സ്വന്തം ചോരയിലല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനോ ഒരാൾക്കും കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അത്രക്കും വേദനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ 7 വർഷം ജോലിക്ക് നിന്നതാണ് ഹൗസ് ഡ്രൈവറായിട്ട്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരിക്കും. അത്രയ്ക്കും അയാൾ അങ്ങനെ സ്നേഹിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരിക്കും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ജോലി ചെയ്തിരുന്ന ശമ്പളം വീട്ടിലേക്ക് കഫീലിൻ്റെ മരണം വരെ എത്തിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അത്രയും ആ ശമ്പളം തന്നെ എൻ്റെ മരണം വരെ ഞാൻ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കുന്നതാണ് കഫീൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. والمسلمون ستنقضي الدنيا بأفراحها وأحزانها وتنتهي الأعمار بطولها وقصرها ويلقى الجميع ربهم وحينها لا ينفع مال ولا بنون. റൂമിലുണ്ടായിരുന്ന സ്പ്ലിറ്റ് എസിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ച് അതുവഴി റൂമിലേക്ക് തീ പിടിക്കുകയും ഇതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. സൗദിയിലെ റിയാദിൽ ജോലിക്കാരനായ മലയാളിയുടെ ഖബറടക്ക ചടങ്ങിൽ പൊട്ടിക്കരയുന്ന സ്പോൺസർ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തൊടുപുഴ രണ്ടുപാലം സ്വദേശിയും എറണാകുളം പറവൂർ മാഞ്ഞാലിയിൽ താമസക്കാരനുമായ സിയാദ് മരണപ്പെടുന്നത്. 36 വയസ്സായിരുന്നു സിയാദിന്. റിയാദ് എക്സിറ്റ് 8 ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് റൂമിലെത്തിയ സിയാദിന്റെ മുറിയിലെ AC-യിലാണ് പ്രശ്നമുണ്ടായത്. കംപ്രസർ പൊട്ടിത്തെറിക്കുകയും ഉൾഭാഗത്ത് അത് കത്തിക്കരിയുകയും ചെയ്തു. ഇതോടെയാണ് സിയാദ് മരണപ്പെടുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റതോടെ ചികിത്സയിലിരിക്കെയാണ് പിന്നീട് മരണപ്പെടുന്നത്. 7 വർഷമായി ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സ്പോൺസറാണ് ഖബറടക്ക ചടങ്ങിൽ വിങ്ങിപ്പൊട്ടിയത്. സിയാദിന്റെ മൃതദേഹം ഖബറിലേക്ക് എടുത്തുവെക്കാനും മുന്നിലുണ്ടായത് ഈ സ്പോൺസർ തന്നെയായിരുന്നു. സൗദിയിൽ വ്യവസായിയായ ഈ സ്പോൺസർ ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് തന്റെ മരണം വരെ സിയാദിന് നൽകിയിരുന്ന ശമ്പളം കുടുംബത്തിന് നൽകുമെന്നാണ്. ഒരു മകളുണ്ട് സിയാദിന്. അവർക്കും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾക്കും ഈ ശമ്പളം നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ അല്ലേ, ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഞാൻ സ്വന്തം കൂടപ്പിറപ്പിനെ മായിരിക്കും സ്വന്തം മകൻ പോയ അതേ ഇതാണല്ലേ. എന്തായാലും അദ്ദേഹത്തിന് ക്ഷമ ഇതും കൊടുക്കട്ടെ, നല്ല മനസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. ഇപ്പോഴത്തെ മക്കളെന്ന് വെച്ചാൽ ഉപ്പനാണെങ്കിലും ഉമ്മനാണെങ്കിലും തല്ലലും കൊല്ലലും അതേമാതിരി തന്നെ വൃദ്ധസദനത്തിലൊക്കെ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സ്വന്തം ചോര ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സിന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്നുള്ള മരണമായിട്ട് ആയതുകൊണ്ടായിരിക്കുമല്ലേ അദ്ദേഹത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ കഫീൽ പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഹൗസ് ഡ്രൈവറായ സിയാദ് മോന് മരണപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും എൻ്റെ വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് എന്ന് പറഞ്ഞ്. അതേമാതിരിക്ക് തന്നെ അല്ലാത്തവരെല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞ്. അപ്പോൾ ശമ്പളമൊക്കെ അദ്ദേഹം കറക്റ്റാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയത് പോയില്ലേ. എന്തായാലും 7 വർഷമായിട്ട് കൂടെ നിന്ന് കൂടപ്പിറപ്പ് പോലെ കൊണ്ടുനടന്ന ഡ്രൈവറായിരിക്കും. സ്വന്തം എല്ലാ കാര്യത്തിനും കൊണ്ടെടുക്കണ ഡ്രൈവർ പറയുമ്പോൾ എല്ലാത്തിനും കൊണ്ടുവരാനും അങ്ങനത്തെ ഒക്കെ ആയിരിക്കുമല്ലോ ഹൗസ് ഡ്രൈവറൊക്കെ. അത്രത്തോളം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും കൊണ്ടുനടന്ന് കഴിഞ്ഞതായിരിക്കും.
എന്തായാലും വിഷമം തോന്നും അല്ലേ, നമുക്ക് തന്നെ കരച്ചിലും കാര്യങ്ങളും വരും. ഇത്രത്തോളം സ്നേഹിച്ച ഒരാളിങ്ങനെ പോയില്ലെന്നില്ലൊരു ചിന്തയൊന്നും വരില്ല. അല്ല ചെറുപ്പക്കാരനും 32 വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. പാവം അദ്ദേഹം എന്തായാലും മക്കളെ കാര്യമാണെങ്കിലും കുഞ്ഞു മക്കളാണല്ലോ കേട്ടോ. അപ്പോൾ 7 വർഷം ജോലിക്ക് പോയി എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട് ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പിന്നെ ഒരു വീടാക്കണം, മക്കളെ കല്യാണം കഴിക്കണം, അങ്ങനത്തെ ഒക്കെ ചിന്തയായിരിക്കുമല്ലോ നമ്മൾ പിന്നെ ഗൾഫിൽ പോയി ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നല്ലത് തെറ്റേന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.